ത്രിലോകങ്ങളെയും വിറപ്പിച്ച മഹാബലിയായ വാനരരാജാവ് ബാലി, സാക്ഷാൽ രാവണനെപ്പോലും തോൽപ്പിച്ചവൻ. പക്ഷേ വിശ്വരൂപം പൂണ്ട ഹനുമാന്റെ വെറും 5% ശക്തി, അത് താങ്ങാനാവാതെ പ്രാണനും കൊണ്ട് ദിഗന്തങ്ങൾ തകർത്തോടിയ കഥ നിങ്ങൾക്കറിയാമോ? ബാലിക്ക് സംഭവിച്ചത് അഹങ്കാരത്തിന്റെ പതനമായിരുന്നോ, അതോ പ്രപഞ്ചശക്തിയുടെ നേർക്കാഴ്ചയായിരുന്നോ? ബാലി കിഷ്കിന്ധയുടെ രാജാവായിരുന്നില്ല, അവനൊരു പ്രകൃതി ദുരന്തമായിരുന്നു. പിതാവായ ഇന്ദ്രനിൽ നിന്ന് ലഭിച്ച സുവർണഹാരം ഒരു സാധാരണ ആഭരണമായിരുന്നില്ല, അതൊരു പ്രപഞ്ച പ്രോസസ്സറായിരുന്നു. ആരെതിർത്താലും അവരുടെ പകുതി ശക്തി ആ മാലയിലൂടെ ബാലിയിലേക്കെത്തും. ലങ്കാധിപനായ രാവണനെപ്പോലും 6 മാസക്കാലം കക്ഷത്തിൽ വെച്ച് നടന്നവൻ. രാവണനെ തോൽപ്പിച്ചതോടെ ഞാൻ സർവശക്തനാണ് എന്ന അഹങ്കാരം ബാലിയിലൊരു മഹാമേരുവായി വളർന്നു. ജാംബവാൻ ഈ അഹങ്കാരം കണ്ട് മുന്നറിയിപ്പ് നൽകി, ബാലി, നിന്റെ ഈ ശക്തിയൊക്കെ വെറും മായയാണ്, നീ യഥാർത്ഥ ശക്തിയെ കണ്ടിട്ടില്ല. ആ ഗുഹയിൽ രാമനാമം ജപിച്ചിരിക്കുന്ന ആ വാനരനെ, ഹനുമാനെ നീ പോയി നേരിട്. ജാംബവാന്റെ വാക്കുകൾ ബാലിയുടെ അഹങ്കാരത്തെ വ്രണപ്പെടുത്തി. അവൻ കാടുകൾ വിറപ്പിച്ചു, പർവ്വതങ്ങളെ തകർത്ത് മരങ്ങളെ പിഴുതെറിഞ്ഞ് ഹനുമാനെ വെല്ലുവിളിച്ചു. ആ കാടിലെ സമാധാനം ബാലി തകർത്തു. ഹനുമാൻ തന്റെ ധ്യാനം അവസാനിപ്പിച്ച് വെല്ലുവിളി സ്വീകരിച്ചു. ഹനുമാൻ തന്റെ ഗദയെടുത്ത് യുദ്ധത്തിനിറങ്ങാൻ തുടങ്ങിയതും പ്രപഞ്ചം നിശ്ചലമായി. സാക്ഷാൽ ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് ഹനുമാനെ തടഞ്ഞു. ഹനുമാൻ, നീ നിന്റെ പൂർണ്ണശക്തിയുമായി ബാലിയെ നേരിടരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ തേജസ്സിൽ ബാലി മാത്രമല്ല, ഈ പ്രപഞ്ചവും വെണ്ണീറായി പോകും. നിന്റെ ശക്തിയുടെ വെറും 10 മാത്രം എടുത്ത് നീ അവനെ നേരിടുക. അത് ബ്രഹ്മാണ്ഡത്തിന്റെ നാശം തടയാനുള്ള ഏകമാർഗമാണ്. ഹനുമാൻ യുദ്ധഭൂമിയിൽ കാലുകുത്തിയതും ബാലിയുടെ സുവർണമാല പ്രവർത്തിക്കാൻ തുടങ്ങി. ഹനുമാൻ കൊണ്ടുവന്ന ആ 10% പകുതി, അതായത് ഹനുമാന്റെ ആകശക്തിയുടെ വെറും 5%, ബാലിയിലേക്ക് പ്രവേശിച്ചു. നിമിഷങ്ങൾക്കകം ബാലിക്കൊരു വലിയ ഊർജം തോന്നി. പക്ഷേ അത് സന്തോഷമായിരുന്നില്ല, അതൊരു സഹസ്ര സൂര്യന്മാരുടെ ചൂടായിരുന്നു. ആ 5% പവർ ഒരു യുദ്ധമായിരുന്നില്ല, അതൊരു വിസ്ഫോടനമായിരുന്നു. ബാലിയുടെ ശരീരത്തിലെ ഞരമ്പുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വാർന്നു. അവന്റെ അഹങ്കാരം ആ ശക്തിയിൽ ഉരുകിത്തീർന്നു. ആ ശരീരം ഒരു ബലൂൺ പോലെ വീർക്കാൻ തുടങ്ങി. ആ വിനാശകരമായ 5% ശക്തി താങ്ങാൻ ബാലിയുടെ ശരീരത്തിന് കഴിഞ്ഞില്ല. വേദന കൊണ്ട് പുളഞ്ഞ ബാലിയുടെ മുൻപിൽ ജാംബവാനെത്തി. ഇത്തവണ മുന്നറിയിപ്പായിരുന്നില്ല, അതൊരു ഉത്തരവായിരുന്നു. ബാലി, ഓടിപ്പോ. എത്ര ദൂരേക്ക് പോകാമോ അത്രയും ദൂരേക്ക് ഓടിക്കോ. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന്റെ രക്ഷയ്ക്കായി ഓടിപ്പോ. ഒരു നിമിഷവും പാഴാക്കാതെ മഹാബലിയായ ബാലി പ്രാണനും കൊണ്ട് കിലോമീറ്ററുകളോളം ഓടി. ദിഗന്തങ്ങൾ തകർത്തോടിയ ബാലിയുടെ ശരീരത്തിലെ ഭാരം അവസാനം കുറഞ്ഞു. അപ്പോഴാണ് അവന് യാഥാർത്ഥ്യം മനസ്സിലായത്. അവൻ നേരിട്ടത് വെറും വാനരനെയല്ല, ഒരു പ്രപഞ്ച സത്യത്തെയായിരുന്നു. ഹനുമാന്റെ ശക്തിയുടെ വെറും 5% പോലും തനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. മുഴുവൻ ശക്തിയുമായി ഹനുമാൻ വന്നിരുന്നെങ്കിൽ തന്റെ അഹങ്കാരം ശമിച്ച ബാലി തിരികെ വന്ന് ഹനുമാന്റെ കാൽക്കൽ വീണ മാപ്പപേക്ഷിച്ചു. ഇതാണ് വായുപുത്രനായ ഹനുമാന്റെ യഥാർത്ഥ ശക്തി. അഹങ്കാരം ഒരിക്കലും ശാശ്വതമല്ലെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മിഥോളജിക്കൽ ആൻഡ് അൺടോൾഡ് സ്റ്റോറികൾക്കായി എപ്പിക്രോൺസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.